സല്യൂട്ട് ഭാരത്. നമ്മളോടൊപ്പം ഉള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ എ ഹരികുമാറാണ്. സാർ സ്വാഗതം. നമസ്തേ പ്രേംലാൽ. സാർ, ഈ അമേരിക്കയും ഇറാനുമായിട്ടുള്ള കളിയിലെ റഫറിയുടെ റോളായിരുന്നു പാകിസ്ഥാന്. പക്ഷേ റഫറി കയറി ഗോളടിച്ചെന്നൊക്കെ കേൾക്കുന്നു. എന്താണ് സംഭവം? തീർച്ചയായിട്ടും ഇന്ന് അമേരിക്കയിലെ പല നേതാക്കന്മാരും, അതായത് ഭരിക്കുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നേതാക്കന്മാരൊക്കെ തന്നെ ക്രോധം കൊണ്ട് വിറയ്ക്കുകയാണ് പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പ് കണ്ടിട്ട്. ഇറാന്റെ പല യുദ്ധവിമാനങ്ങളും പാകിസ്ഥാൻ വ്യോമസേന താവളത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് അമേരിക്കയുടെ ആക്രമണ ഭീഷണിയിൽ നിന്ന് രക്ഷപ്പെടാൻ. ഇത് വല്ലാത്തൊരു ഞെട്ടലിലാണ് അമേരിക്ക. കാരണം നമ്മൾ പറഞ്ഞു പഴകിയതാണെങ്കിലും അതിവിടെ യോജിക്കുന്ന ഒരു ചൊല്ലാണ്ട് ഞാൻ പറയുകയാണ്: മുയലിനൊപ്പം ഓടുകയും വേട്ടപ്പട്ടിക്കൊപ്പം വേട്ടയാടുകയും ചെയ്യുക എന്ന ഒരു തന്ത്രമാണ് പാകിസ്ഥാൻ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇത് ലോകത്തെ മുഴുവൻ തന്നെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. കാരണം ഇറാന്റെ സാറ്റലൈറ്റ് ഇമേജറിയിലൂടെയാണ് ഈ ഇറാൻ വിമാനങ്ങൾ പാകിസ്ഥാന്റെ വ്യോമസേന താവളം, അതായത് റാവൽപിണ്ടിയാണ് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. അത് കരസൈന്യത്തിന്റെ ആണെങ്കിലും വ്യോമസേനയുടെ ആണെങ്കിലും. അതിന് പണ്ട് പറയുന്ന ചക്ല എയർബേസ് എന്നാണ്. ആ ചക്ല എയർബേസിൽ RC-130 എന്ന ഇന്റലിജൻസ് ഗാദറിംഗ് എയർക്രാഫ്റ്റുകൾ പാർക്ക് ചെയ്തിരിക്കുന്നത് സാറ്റലൈറ്റ് ഇമേജറിയിൽ കാണപ്പെടുകയും അത് പിന്നീട് അതിനെക്കുറിച്ച് അന്വേഷണം വന്നപ്പോൾ ആ വിമാനം മാത്രമല്ല, യുദ്ധവിമാനങ്ങളും ഇറാന്റെ കൈവശമുള്ളത് വളരെ പഴയ F-4 ഫാൻഡം എന്ന് പറയുന്ന അമേരിക്ക തന്നെ കൊടുത്ത വിമാനങ്ങളാണ്. അപ്പോ അത്തരം വിമാനങ്ങൾ മാത്രമേ ഇറാന്റെ കയ്യിലുള്ളൂ. പിന്നെ ഉള്ളത് ഈ റഷ്യ പണ്ട് കൊടുത്ത MiG-25 വിമാനമാണ്. അപ്പൊ ഈ വിമാനങ്ങളും അവിടുത്തെ ഹാങ്ങർ എന്ന് പറയുന്ന വിമാനം സൂക്ഷിക്കുന്ന സ്ഥലങ്ങൾക്കാണ്. അപ്പൊ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ലോകം മനസ്സിലാക്കുന്നു. അത് അമേരിക്കയ്ക്കും ഒരു ഞെട്ടലാണ്. അപ്പൊ ഇതിനിടയില് വീണ്ടും ഈ സ്വതന്ത്ര ആകാശ നിരീക്ഷകരും അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അവര് ചില പഴയ ചിത്രങ്ങൾ ചികഞ്ഞെടുത്തപ്പോൾ ഇത് ഈ ഏറ്റവും ഒടുവിലത്തെ യുദ്ധത്തിലല്ല, 2025 ജൂണിൽ അമേരിക്കയും ഇസ്രായേലും ഇറാൻ ആക്രമിച്ചപ്പോൾ തന്നെ ഇറാൻ അവരുടെ വിമാനങ്ങൾ പാകിസ്ഥാനിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചിരുന്നതായിട്ട് കാണപ്പെട്ടു. അതിൻ്റെ സാറ്റലൈറ്റ് ഫോട്ടോകളുണ്ട്. ഇതൊരു വല്ലാത്ത ഒരു നടപടി, വല്ലാത്ത ഒരു ചതിയുമായിട്ട് അമേരിക്കയിലെ പല നേതാക്കന്മാരും കണ്ടു തുടങ്ങി. സത്യത്തിൽ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് ഡൊണാൾഡ് ട്രംപ്. കാരണം ഇന്ത്യ പോലൊരു രാജ്യത്തെ അവഗണിച്ചുകൊണ്ട് പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാനെ തെക്കേ ഏഷ്യയിലെ ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണർ, തന്ത്രപരമായ ഒരു പങ്കാളി എന്നുള്ള നിലയിൽ കാണുകയൊക്കെ ചെയ്യുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. ആ ട്രംപ് ഇന്ന് അമേരിക്കൻ കോൺഗ്രസിൽ മറുപടി പറയാൻ പറ്റാതെ വിഷമിക്കുകയാണ്. ഞാൻ ഈ അടുത്ത സമയത്ത് അവിടെ ഒരു വീഡിയോ കണ്ടു. അതിൽ അമേരിക്കൻ സെനറ്റർമാര് അമേരിക്കയുടെ ചെയർമാൻ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ്സ് എന്ന ഒരു പദവിയുണ്ട്. അതായത് നമ്മുടെ കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് ചീഫിനെ പോലെ, CDS-നെ പോലുള്ള ഒരു പൊസിഷനാണ്. സൈന്യത്തിന്റെ എല്ലാ വിഭാഗങ്ങളുടെയും തലവനാണ്. അങ്ങനെയുള്ള ആ ജനറൽ ഡാൻ കെയ്നെ നിർത്തി പൊരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് മറുപടി ഒന്നും പറയാനില്ല. ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ള ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. അദ്ദേഹത്തിന് മറുപടിയില്ല. ഒരു വല്ലാത്ത ഒരു പ്രതിസന്ധി സൃഷ്ടിക്കപ്പെടുന്നു. കാരണം ഇറാന്റെ വിമാനങ്ങൾ പാകിസ്ഥാൻ ഒളിപ്പിച്ചു എന്നുള്ളത് പച്ച പരമാർത്ഥമാണ്. അതിന് തെളിവുണ്ട്. അത് സാധാരണ എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റുകളുടെ ഒക്കെ തന്നെ ഫോട്ടോകള് അവൈലബിൾ ആണ്. അപ്പോൾ ഇനി ഇത് ചെയ്തില്ല എന്ന് പറയാൻ പറ്റില്ല. പാകിസ്ഥാൻ ഒന്നും മിണ്ടുന്നില്ല, അമേരിക്ക ഒന്നും മിണ്ടുന്നില്ല. ഇതിനിടയ്ക്ക് ചില ആൾക്കാർ പറയുന്നുണ്ട് 1972 ഇന്ത്യ പാകിസ്ഥാൻ 71-72 നടന്ന യുദ്ധത്തില് അന്ന് പാകിസ്ഥാന്റെ സൈനിക വിമാനങ്ങൾ ഇന്ത്യയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് ഇറാനിൽ കൊണ്ട് പാർക്ക് ചെയ്തിരുന്നു. അന്ന് ഷാ ആയിരുന്നു ഇറാൻ ഭരിച്ചിരുന്നത്. ഈ ഷാ പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകുന്ന ഒരു വസ്തുതയുണ്ട്. ഈ ഖമനൈ ഭരണകൂടം വന്നതിന് ശേഷമാണ് തീർത്തും പാകിസ്ഥാൻ അനുകൂല നിലപാടിൽ നിന്നും ഇറാൻ മാറുന്നത്. അതിനു മുമ്പ് ഷായുടെ ഭരണകാലത്ത് 100% പാകിസ്ഥാനെ അനുകൂലിക്കുന്ന നിലപാടായിരുന്നു. അത് ചിലപ്പോൾ ഒരു വൈരുദ്ധ്യമായിട്ട് തോന്നാം. കാരണം ഇത്ര മതതീവ്രവാദികൾ അധികാരത്തിൽ വന്നപ്പോൾ
സ്വാഭാവികമായിട്ടും അവർ പാകിസ്ഥാനെ അനുകൂലിക്കേണ്ടതാണ്. പക്ഷെ അവരത് ചെയ്തില്ല. ഉം, ഉം. അതിന്റെ കാരണം ഒരുപക്ഷെ അവരുടെ ഇടയിൽ നിൽക്കുന്ന സുന്നി ഷിയ സംഘർഷം അതെ ആയിരിക്കാം. അതെ അതായിരിക്കും അതെ. അതിന്റെ അടിസ്ഥാനപരമായ ഒരു കാരണം. പക്ഷെ എന്നിരുന്നാലും അവർ ഇന്ത്യയുമായിട്ടുള്ള ഒരു സൗഹൃദം മെച്ചപ്പെടുത്താൻ ഖമനിമാർ ശ്രമിച്ചു. ഈ അതിന് ചരിത്രപരമായ ഒരു കാരണം കൂടിയുണ്ട്. ഈ ഖമനയുടെ കുടുംബം ലക്നൌകാരാണ് അവർ യഥാർത്ഥത്തിൽ. 17-ാം ഉം, ഉം, നൂറ്റാണ്ടിലാണ് അവർ ഇറാനിലേക്ക് പോയത്. അപ്പോ ഇപ്പോ ഇപ്പോഴത്തെ ഖമനി അല്ല ഞാൻ പറഞ്ഞത്, ആദ്യത്തെ ഉം, ഖമനി, ഉം, അതായത് ഉം, അയത്തുള്ള റുഹുള്ള ഖമനി, ഉം, അദ്ദേഹത്തിന്റെ പൂർവികര് ലക്നൌവിൽ നിന്നുള്ളവരാണ്. ഉം, ഉം, അത് വേറൊരു വിഷയം, നമുക്ക് വീണ്ടും ചർച്ചയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അമേരിക്കയുടെ ആക്രമണത്തിൽ നിന്നും, ഇസ്രായേലിന്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് തുടർച്ചയായി പാകിസ്ഥാൻ ആ, ഇറാനിയൻ വിമാനങ്ങൾ അവിടെ പാർക്ക് ചെയ്യാൻ അനുവദിക്കുന്നു എന്നുള്ളത്, ഇത് വലിയൊരു വിഷയമായിട്ട് വരും ദിവസങ്ങളിൽ മാറാനിടയുണ്ട്. ഇതിനിടയ്ക്ക് മറ്റു രണ്ട് കാര്യങ്ങൾ കൂടി സംഭവിച്ചു. ഒന്ന്, പാകിസ്ഥാൻ 5 ലാൻഡ് റൂട്ടുകൾ ഇറാന് തുറന്നു കൊടുത്തു. അതുപോലെ ബലൂചിസ്ഥാന്റെ തീരപ്രദേശത്തു കൂടി ഇറാൻ കപ്പലുകൾക്ക് സഞ്ചരിക്കാനും, ഇറാനിലേക്കുള്ള കപ്പലുകൾക്ക്, പാകിസ്ഥാന്റെയും ഒക്കെ കപ്പലുകൾക്ക്, ചൈനയുടെയും കപ്പലുകൾക്ക് സഞ്ചരിക്കാനുള്ള അനുവാദവും കൊടുത്തു. അത് അമേരിക്കയെ വല്ലാതെ വീണ്ടും ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. ഉം, ഉം. ഈ രണ്ട് സംഭവങ്ങൾ നടക്കുമ്പോൾ നമ്മൾ മറന്നു പോകുന്ന ഒരു യാഥാർത്ഥ്യം, അതായത് ഈ ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണ പരിപാടിയാണല്ലോ ഇപ്പൊ അമേരിക്ക ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് പറയുന്നത്. ഇറാന്റെ കൈവശമുള്ള യുറേനിയം അമേരിക്കയ്ക്ക് തിരിച്ചു കൊടുത്താൽ അത് തന്നെ ഒരു വലിയ സമാധാനത്തിലേക്ക് നയിക്കുന്ന നടപടിയായിട്ട് മാറുമെന്നൊക്കെയാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. പക്ഷേ ആരാണ് ഇറാന് യുറേനിയം സമ്പുഷ്ടീകരണത്തിനുള്ള ടെക്നോളജി കൊടുത്തത്? ആരാണ് ഇറാന് അണുബോംബ് നിർമ്മിക്കാനുള്ള ടെക്നോളജി നൽകിയത്? എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമാണ്, പാകിസ്ഥാന്റെ ആണവ ബോംബിന്റെ പിതാവെന്നറിയപ്പെടുന്ന അബ്ദുൽ ഖാദിർ ഖാൻ, എക്യു ഖാനാണ് ഈ രണ്ട് സഹായങ്ങളും ഇറാന് നൽകിയത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, ഇറാന്റെ ആണവ പദ്ധതി പാകിസ്ഥാന്റെ കുഞ്ഞാണ്, പാകിസ്ഥാന്റെ സൃഷ്ടിയാണ്. ഇവിടെ നമുക്ക് മനസ്സിലാവാത്ത ഒരു ഡിപ്ലോമസിയാണ് അമേരിക്കയുടെ. ഈ ഇറാന് അമേരിക്കയുടെ ഏറ്റവും ശത്രു രാജ്യമായ ഇറാന് എല്ലാ ടെക്നോളജിയും നൽകുന്നത് പാകിസ്ഥാനാണ്. ഇറാന്റെ സൈനിക അസറ്റുകൾ, സ്വത്തുക്കൾ സംരക്ഷിക്കുന്നത് പാകിസ്ഥാനാണ്. പിന്നെ എന്താണ് ഈ പാകിസ്ഥാനെ തന്ത്രപരമായ പങ്കാളിയാക്കാൻ അമേരിക്ക കണ്ടെത്തിയ കാരണം? അത് നമുക്ക് ദുരൂഹമാണ്. ഒരേ ഒരു കാരണമേ എനിക്ക് അതിനകത്തിൽ കാണാൻ പറ്റുന്നു. ആ കാരണം വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ, ഇന്ത്യയോടുള്ള അമേരിക്കയുടെ ഒരു രോഷം. അവിടെ എന്തുകൊണ്ടാണ് ഇന്ത്യയോട് അമേരിക്കയ്ക്ക് രോഷമുള്ളതെന്ന് നമുക്ക് പലരും ചോദിക്കാം. ചിലർക്ക് സംശയം ഉണ്ടാകാം. അതിന് ഞാൻ കൃത്യമായൊരു കാരണം പറയാം. അതായത് അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്ക സാമ്പത്തിക താല്പര്യങ്ങൾക്കാണ് അൾട്ടിമേറ്റ്ലി ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. സാമ്പത്തിക താല്പര്യം എന്ന് പറയുമ്പോൾ ഇന്ത്യ പോലൊരു രാജ്യം അമേരിക്ക ഉദ്ദേശിക്കുന്ന രീതിയിൽ അമേരിക്ക പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നില്ല. ഇതാണ് അമേരിക്കയുടെ ഇന്ത്യയോടുള്ള ദേഷ്യത്തിനുള്ള കാരണം. അതായത് ഇന്ത്യയുടെ മാർക്കറ്റ് പൂർണ്ണമായിട്ട് അമേരിക്കയ്ക്ക് തുറന്നു കൊടുക്കണം. ഇന്ത്യയുടെ അമേരിക്ക പറയുന്ന മേഖലകളിൽ മാത്രം ഇന്ത്യ പ്രവർത്തിച്ചാൽ മതി. പണ്ടൊക്കെ അമേരിക്കയുടെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു, ഇന്ത്യ ബഹിരാകാശ പദ്ധതികൾ കൊണ്ടുപോകേണ്ട കാര്യമില്ല, ഇന്ത്യ ആദ്യം കക്കൂസ് പണിയണം, ഇന്ത്യ ആദ്യം അടിസ്ഥാന സൗകര്യങ്ങൾ പണിയട്ടെ, അത് കഴിഞ്ഞിട്ട് മതി ബഹിരാകാശ പദ്ധതികളെന്ന്. പക്ഷെ ബഹിരാകാശ പദ്ധതികളാണ് യഥാർത്ഥത്തിൽ റോഡില്ലാത്ത സ്ഥലത്ത് ഇന്ന് കുട്ടികൾക്ക് ഓൺലൈനായിട്ട് ക്ലാസ്സുകൾ കഴിഞ്ഞ കോവിഡ് കാലത്ത് നമ്മൾ പഠിച്ചപ്പോഴും ക്ലാസ്സുകൾ എടുക്കാൻ സഹായിച്ചത് നമ്മുടെ ഈ മൊബൈൽ ഫോൺ വിപ്ലവത്തിന്റെ പിന്നിലും, അതുപോലെ തന്നെ നമ്മുടെ ടെലിമെഡിസിന്റെ പിന്നിലും ഒക്കെ ഈ ബഹിരാകാശം, അതായത് നമ്മൾ വിചാരിക്കുന്ന പോലെ ബഹിരാകാശത്തേക്ക് വലിയ നിക്ഷേപം നടത്തി നമ്മുടെ കൈവശമുള്ള പൈസ ഇല്ലാതാകുകയല്ല, മറിച്ച് അത് ശരിക്കും ഇന്ത്യക്ക് റിട്ടേൺ കിട്ടുന്ന, കാരണം ഒരുപാട് രാജ്യങ്ങളിലെ ഉപഗ്രഹങ്ങൾ ISRO വിക്ഷേപിക്കുന്നുണ്ട്, അതിന്റെ പ്രതിഫലവും നമുക്ക് കിട്ടിയിരുന്നു. ഇതൊക്കെ മറച്ചു വെച്ചിട്ടാണ് അമേരിക്ക ഏകപക്ഷീയമായ അവരുടെ വ്യൂസ് കൊണ്ടുവരുന്നത്. ഇതാണ് അമേരിക്കയ്ക്ക് ഇന്ത്യയോടുള്ള ദേഷ്യം. അമേരിക്കയുടെ സാമ്പത്തിക താല്പര്യങ്ങളെ ഹനിക്കുന്നു, അമേരിക്കയ്ക്ക് ബദലായ ഒരു ശക്തിയായിട്ട് വരുന്നു. ദക്ഷിണേഷ്യയിലെ അമേരിക്കയുടെ അധീശത്വം ചോദ്യം ചെയ്യപ്പെടുന്നു. ഇപ്പൊ ഇന്ത്യ ഇല്ലായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും
അമേരിക്കയുടെ ഒരു താവളം, ഇന്ത്യയുടെ ഇപ്പോഴത്തെ നയമല്ലെന്ന് വിചാരിക്കുക, ഇന്ത്യ പൂർണ്ണമായിട്ട് അമേരിക്കയുടെ കൂടെ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ അമേരിക്കയുടെ ഒരു വ്യോമത്താവളം ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത്, പ്രത്യേകിച്ച് ചൈനയോട് ചേർന്ന് നടക്കുന്ന ഒരു സംസ്ഥാനത്ത് വരും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അമേരിക്കയുടെ സദാ നിരീക്ഷണത്തിലായിരിക്കും ചൈന. ഇവിടെ പാകിസ്ഥാന് ഈ ചെയ്യുന്നത്, പാകിസ്ഥാൻ ഇത്തരം ആവശ്യങ്ങളെല്ലാം അംഗീകരിക്കുന്നു. ഇവിടെ പാകിസ്ഥാന്റെ വിമാനങ്ങൾ റിപ്പയർ ചെയ്യുന്നതും, ഇറാന്റെ വിമാനങ്ങൾ റിപ്പയർ ചെയ്യുന്നതും പാകിസ്ഥാൻ ആണ് എന്നുള്ള ചില സൂചനകൾ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. കാരണം ഇറാന്റെ കൈവശമുള്ള ബഹുഭൂരിപക്ഷം വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും അമേരിക്കൻ നിർമ്മിതമാണ്. ഇതൊക്കെ തന്നെ ഷാ എന്ന വ്യക്തി ഇറാന്റെ രാജാവായിരുന്നപ്പോൾ അന്ന് അമേരിക്കയിൽ നിന്നും പണം കൊടുത്ത് വാങ്ങിയതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കൻ വിമാനങ്ങൾ, അമേരിക്കൻ ഹെലികോപ്റ്ററുകൾ, അമേരിക്കൻ ആയുധങ്ങൾ, പക്ഷെ അതൊക്കെ 70കളുടെ ആയുധങ്ങളാണ്. അതിനുശേഷമാണ് അവർ റഷ്യയിൽ നിന്നും ഒക്കെ ആയുധം വാങ്ങും. പക്ഷെ റഷ്യയിൽ നിന്ന് അവർ ആയുധം വാങ്ങുന്ന 90കൾ എത്തിയപ്പോഴേക്കും ഇറാന്റെ മേൽ ഉപരോധമായി. അപ്പൊ പിന്നെ അവർക്ക് അവിടുന്ന് ആയുധം വാങ്ങാൻ പറ്റാതായി. അപ്പൊ കൈവശമുള്ള ആയുധങ്ങൾ മുഴുവൻ അമേരിക്കൻ നിർമ്മിതമാണ് ബഹുഭൂരിപക്ഷം, അല്ലെങ്കിൽ ആ ടെക്നോളജിയിൽ നിന്നും അവർ വികസിപ്പിച്ചെടുത്തതാണ്. ഇതിന്റെ അറ്റകുറ്റപ്പണികളുടെ സ്പെയർ പാർട്സുകൾ ആര് ലഭ്യമാക്കുന്നു എന്നൊരു ചോദ്യം. അതിന്റെ ഉത്തരം ചെന്നെത്തുന്നത് പാകിസ്ഥാനിലേക്കാണ്. ഇതിന്റെ അറ്റകുറ്റപ്പണികൾ അറിയാവുന്നവരാണ് പാകിസ്ഥാൻ എഞ്ചിനീയർമാർ. കാരണം അമേരിക്കൻ വിമാനങ്ങളും അമേരിക്കൻ ആയുധങ്ങളും നിരന്തരം ഉപയോഗിച്ച ഒരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ. പാകിസ്ഥാന്റെ കയ്യിൽ ഈ പഴയ അമേരിക്കൻ വിമാനങ്ങൾ ഉൾപ്പെടെയുള്ളതുണ്ട്. ഈ പല രാജ്യങ്ങളും പഴയ വിമാനങ്ങളുടെ സ്പെയർ പാർട്സുകൾ വാങ്ങാനായിട്ട് ഉപേക്ഷിക്കുന്ന ഒരു വിമാനം ഇങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ പാകിസ്ഥാന്റെ പല വിമാനങ്ങളും ഇറാൻ വാങ്ങിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പൊ പുറത്തു വരുന്നത് വരെ. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ വളരെ സങ്കീർണമായ ഒരു ബന്ധമാണ് ഈ സൈനിക മേഖലയിൽ പാകിസ്ഥാനും ഇറാനും തമ്മിലുള്ളത്. ഇതിന് ബദലായിട്ട് പാകിസ്ഥാന് ഇറാന്റെ എണ്ണ വളരെ തുച്ഛമായ നിരക്കിൽ ഇറാൻ നൽകുന്നു. കാരണം പാകിസ്ഥാനെ സംബന്ധിച്ച് ഏറ്റവും വേഗത്തിൽ എണ്ണ കിട്ടാൻ, അതായത് കരമാർഗം എണ്ണ കൊണ്ടുവരാം, അങ്ങനത്തെ ഒരു രാജ്യമാണ് ഇറാൻ. ബലൂചിസ്ഥാൻ പ്രോവിൻസിലെ 980 കിലോമീറ്റർ നീളമുള്ള അതിർത്തിയാണ്. ഇത് ഇറാൻ സ്വന്തമായിട്ട് പല കാര്യങ്ങൾ നിർമ്മിക്കുന്ന ഒരു രാജ്യം. അപ്പോ ഊർജ മേഖലയിലെ എണ്ണ, ക്രൂഡ് ഓയില്, അല്ലെങ്കിൽ പിന്നെ പ്രകൃതിവാതകം തുടങ്ങിയ എല്ലാ ഊർജ അനുബന്ധ ഉൽപ്പന്നങ്ങളും ഇറാനിൽ നിന്നാണ് പാകിസ്ഥാനിൽ എത്തുന്നത്. ഇതൊക്കെ അമേരിക്കയ്ക്ക് അറിയാവുന്നതാണ്. പക്ഷേ അമേരിക്ക ഇതിനൊക്കെ നേരെ കണ്ണടയ്ക്കുമ്പോൾ ഇവിടെ മറ്റൊരു ചോദ്യമാണ്. അതിലേക്ക് എനിക്ക് തോന്നുന്നു നമ്മുടേതായ ഒരു സമയം പരിമിതിയുണ്ട്. പക്ഷേ എങ്കിലും ഞാൻ ഈ ഒരു ചോദ്യം കൂടെ ഒന്ന് വിശകലനം ചെയ്യാം. അതായത് അവസാനത്തെ ഇതിലെ ഒരു പ്രശ്നം, ഈ അമേരിക്ക ഇറാൻ ആക്രമിക്കുമ്പോൾ അമേരിക്ക വളരെ വേഗം ഇറാനെ കീഴടക്കാമെന്നാണ് അമേരിക്ക ധരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ യുദ്ധം തുടങ്ങിയിട്ട് 75 ദിവസം കഴിഞ്ഞു, ഒരു ഡിസൈസീവായ റിസൾട്ടും ഉണ്ടായിട്ടില്ല. അമേരിക്കയ്ക്ക് ഇറാന്റെ ഒരു പ്രദേശവും പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇടയ്ക്ക് ഖാർഗ് ദ്വീപുകളും പ്രത്യേകിച്ച് ഈ തീരപ്രദേശത്തും പിടിച്ചെടുക്കാൻ അമേരിക്കയ്ക്ക് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ലവാൻ ദ്വീപുകളും പിടിച്ചെടുക്കാൻ പദ്ധതി ഉണ്ടായിരുന്നു. അതൊന്നും തന്നെ നടപ്പാക്കാൻ പറ്റിയില്ല. അതിന്റെ കാരണം എന്തായിരിക്കണം? എല്ലാ അമേരിക്കൻ തീരുമാനങ്ങളെയും യുദ്ധ പദ്ധതികളെയും കുറിച്ച് പാകിസ്ഥാന് കൃത്യമായ ബോധമുണ്ട്. ഇതൊക്കെ തന്നെ ഇറാന് പാകിസ്ഥാൻ ചോർത്തി കൊടുക്കുന്നുണ്ടോ എന്ന അമേരിക്കൻ സെനറ്റർമാർ ഇപ്പോൾ ചോദിക്കുന്നു. അപ്പോൾ അമേരിക്കൻ സെനറ്റർമാരുടെ ഒരു ചോദ്യം, ഈ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാനെ ആക്കാൻ എങ്ങനെ ട്രംപിന് സാധിക്കുന്നു എന്നുള്ളതാണ്. ട്രംപിന് മറുപടിയില്ല. ഈ ഇരട്ടത്താപ്പ് സ്വീകരിക്കുന്ന, അതായത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇനി വരുന്ന ദിവസങ്ങളിലും ഈ നടപടികളിൽ നിന്ന് മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം ഇറാനോട് ഇപ്പോൾ RC-130 വിമാനങ്ങളോ F-4 വിമാനങ്ങളോ നിങ്ങളുടെ വിമാനങ്ങൾ എടുത്തുകൊണ്ട് പൊക്കോളണം എന്നൊരു അന്ത്യശാസനം പാകിസ്ഥാൻ കൊടുത്തിട്ടില്ല. അവിടെ ഒരു പ്രശ്നമുണ്ട്. ഇറാനോട് സൂക്ഷിച്ചിരിക്കുന്ന വിമാനങ്ങൾ എടുത്തുകൊണ്ട് പോകണമെന്ന് പറഞ്ഞാൽ ഇവിടെ സൂക്ഷിക്കാൻ അനുവദിച്ചു എന്നുള്ളത് പാകിസ്ഥാൻ സമ്മതിക്കുന്നതിന് തുല്യമാണ്. അത് സമ്മതിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു തരത്തിൽ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ള ഒരു സ്ഥിതിയിലാണ്. ഇത് ആകെ ഒരു വല്ലാത്ത ഒരു കൺഫ്യൂഷൻ. എല്ലാ അമേരിക്കൻ ആക്രമണങ്ങളെയും ചെറുത്തു തോൽപ്പിക്കാനും അതുപോലെ തന്നെ ഇറാന്റെ കൈവശമുള്ള യുറേനിയം ഇറാന് കൃത്യമായി സൂക്ഷിക്കാനും, എസ്ഫഹാൻ എന്ന് പറയുന്ന ഇറാന്റെ ദക്ഷിണ പ്രോവിൻസിലുള്ള
യുറേനിയം പിന്നെ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലത്ത് അമേരിക്ക ഒരു ആക്രമണം നടത്തി നോക്കിയെങ്കിലും അവരുടെ വിമാനങ്ങൾ ഉൾപ്പെടെ ഉള്ളത് അവിടെ ഉപേക്ഷിച്ച് അത് നശിപ്പിച്ച് കളയാനേ അമേരിക്കയ്ക്ക് പറ്റുള്ളൂ. ഈ യുറേനിയം അവർക്ക് തിരികെ പിടിക്കാൻ പറ്റിയില്ല. ഇതിന്റെ ഒക്കെ പിന്നിൽ പാകിസ്ഥാന്റെ തന്ത്രപരമായ സഹായങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോ അമേരിക്കൻ സെനറ്റർമാർ വിലയിരുത്തുന്നത്. വരും ദിവസങ്ങളിൽ മധ്യസ്ഥൻ എന്നുള്ള നിലയിൽ അമേരിക്ക പാകിസ്ഥാനെ വീണ്ടും എന്റർടൈൻ ചെയ്യും. ഇസ്രായേൽ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്, ഇസ്രായേൽ പാകിസ്ഥാന്റെ മധ്യസ്ഥത സ്വീകരിക്കില്ല. നമ്മൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ സമാധാന ചർച്ചകളിൽ ഒന്നും തന്നെ ഇസ്രായേൽ പങ്കെടുത്തിരുന്നില്ല. അമേരിക്കയുടെ രണ്ട് പ്രതിനിധികളാണ്. ഒന്ന് പ്രസിഡന്റ് ട്രംപിന്റെ പിന്നെ മകളുടെ ഭർത്താവ് ജാരഡ് കുഷ്ണർ, പിന്നെ മറ്റൊരാൾ, അങ്ങനെ രണ്ടുപേരാണ്. അതുപോലെ ഇറാന്റെ ഭാഗത്തുനിന്ന് ഇറാനിയൻ സ്പീക്കർ, അല്ലെങ്കിൽ രണ്ടാമത് ഇറാന്റെ വിദേശകാര്യമന്ത്രി. അപ്പോ ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്ന ഒരു സംഗതി, പാകിസ്ഥാൻ ഇറാനെയും അമേരിക്കയും മിഡിൽ ഈസ്റ്റിലെ മറ്റു രാജ്യങ്ങളെ, എന്തിനും ലോകത്തിനെ തന്നെ പിന്നെ വിഡ്ഢിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എത്ര നാൾ തുടരും, എത്ര നാൾ ഈ കള്ളത്തരം നിൽക്കും നമുക്ക് പറയാൻ കഴിയും. എങ്കിലും ലോകം തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇപ്പോൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ഇത് സംബന്ധിച്ച വിശദാംശങ്ങളും യുദ്ധത്തിന്റെ മധ്യസ്ഥത ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പാകിസ്ഥാനിൽ നിന്ന് മാറി ചൈന അതിലേക്ക് എത്തുമോ എന്നുള്ളതും നമുക്ക് വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.